RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. DGPയോട് അന്വേഷണത്തിന് സർക്കാർ നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച് ഉത്തരവിറങ്ങി. ADGPയുടെ സുഹൃത്ത് RSS നേതാവായ A ജയകുമാറിന്റെ മൊഴിയും രേഖപ്പെടുത്തും. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി. അജീഷ്, ഒടുവിൽ സർക്കാർ അനങ്ങിയിരിക്കുന്നു. ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു, ഉത്തരവിറങ്ങിയിരിക്കുന്നു. വിവരങ്ങൾ. അനുജ, എന്തായാലും ഈ ആരോപണങ്ങളൊക്കെ വന്നതിന് 20 ദിവസത്തിന് ശേഷമാണ് സംസ്ഥാന സർക്കാർ ഇതിലൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. DGPയോട് അന്വേഷിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 20 ദിവസങ്ങൾക്ക് മുൻപാണ് പ്രതിപക്ഷ നേതാവ് ഈ ADGP അജിത് കുമാർ 2 RSS നേതാക്കളെ കണ്ടുവെന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. അതിന് പിന്നാലെ ഈ ആരോപണം നിഷേധിക്കാനോ തള്ളാനോ സർക്കാരോ പോലീസ് ഉദ്യോഗസ്ഥനായ ADGP അജിത് കുമാറോ തയ്യാറായിരുന്നില്ല. എന്തായാലും 2 അന്വേഷണങ്ങൾ ADGP അജിത് കുമാറിനെതിരെ നടക്കുന്നുണ്ടായിരുന്നു. ഒന്ന് PV അൻവർ MLA പരാതിയിലും ഒന്ന് ADGP അജിത് കുമാർ നൽകിയ ഒരു പരാതിയിലും നടക്കുന്നുണ്ടായിരുന്നു. അതായത് തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്ന ഒരു പരാതി നൽകിയിരുന്നു. അങ്ങനെ 2 അന്വേഷണങ്ങളും സമാന്തരമായി നടക്കുമ്പോൾ അത് DGPയുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത്. ഈ അന്വേഷണത്തിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ ഒന്നും ഈ ADGP RSS നേതാക്കൾ കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഈ അന്വേഷണ പരിധിയിൽ ഈ കൂടിക്കാഴ്ച പെട്ടിരുന്നില്ല. പക്ഷേ CPI മുന്നണിക്കകത്തു നിന്നും പാർട്ടിക്കകത്തു നിന്നും വലിയ സമ്മർദ്ദം സർക്കാരിന് മേലുണ്ടായിരുന്നു. പ്രധാനമായും പ്രതിപക്ഷ നേതാവും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കം എന്തിന് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ RSS നേതാക്കളെ കണ്ടു എന്നത് വ്യക്തമാക്കണം, അത് പൊതുജനങ്ങൾക്ക് അറിയണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. മുന്നണി യോഗത്തിൽ പോലും ഇക്കാര്യങ്ങൾ പലകുറി ആവശ്യപ്പെട്ടു. പക്ഷേ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് ADGPയെ മാറ്റാം. ഇക്കാര്യത്തിൽ അങ്ങനെയായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. എന്തായാലും പ്രതിപക്ഷത്തിൻ്റെയും മുന്നണിക്കകത്തെ പാർട്ടികളുടെയും സമ്മർദ്ദം വലിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം ഈ ദിവസങ്ങളിലൊക്കെ സർക്കാർ ഈ വിഷയം വളരെ ലാഘവത്തോടെയാണ്, നിസ്സാരവൽക്കരിച്ചാണ് എങ്ങനെയാണ് കണ്ടു എന്നതിൽ ഒരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ 20 ദിവസത്തിൽ ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്താൻ സർക്കാർ തയ്യാറായില്ല, ഒരു അന്വേഷണം നടത്താനും തയ്യാറായില്ല. മുന്നണിക്കകത്തെ പ്രധാനപ്പെട്ട പാർട്ടി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട് പോലും തയ്യാറായില്ല. അതിനിടയിൽ ADGP ഈ പൂരം കലക്കാൻ കൂട്ടുനിന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ വരുന്നു. അതിനുശേഷമാണ് ഈ കൂടിക്കാഴ്ച വരുന്നു. BJPയെ ജയിക്കാൻ സഹായിക്കാൻ സർക്കാർ കൂട്ടുനിന്നു എന്നുള്ളൊരു ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. ഇങ്ങനെ നിരന്തരം ആരോപണ പെരുമഴ ഉണ്ടായിട്ട് പോലും ഈ ഒരു വിഷയത്തിൽ അന്വേഷണത്തിന് സർക്കാർ മടിച്ചു നിൽക്കുകയായിരുന്നു ഇത്രയും നാൾ. എന്തായാലും നിരന്തര സമ്മർദ്ദ ഫലമായി സർക്കാർ ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. എന്തായാലും DGP ആയിരിക്കും ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുക. പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കും. 2 നേതാക്കളെ 10 ദിവസം ഇടവിട്ട്, ഒന്ന് തൃശ്ശൂരിലും ഒന്ന് തിരുവനന്തപുരത്തും കണ്ടത്. 2 നേതാക്കൾ, അത് RSSന്റെ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും പ്രമുഖരായ, ഏറ്റവും സ്വാധീന ശക്തിയുള്ള 2 നേതാക്കളാണ്. ഒന്ന് ദത്താത്രേയ ഹൊസേബലെ തൃശ്ശൂരിൽ വെച്ച് കണ്ടത്, രണ്ടാമത്തത് തിരുവനന്തപുരത്ത് റാം മാധവിനെ കണ്ടത്. ഈ 2 നേതാക്കളെയും എന്തിന് അനിൽകുമാർ CPM നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ ഈ ഒരു അന്വേഷണ ഉത്തരവ് ഇറങ്ങുമ്പോൾ അത് ആരോപണം വന്ന് 20 ദിവസം പിന്നിട്ടിരിക്കുന്നു. ആദ്യം ആരോപണം ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ്. PV അൻവറും ഈ ഒരു ആരോപണം ഉന്നയിച്ചതാണ്. പിന്നീട് CPIയുടെയൊക്കെ ഭാഗത്തു നിന്ന് വലിയ ആവശ്യം ഉയർന്നു വന്നു. ഇതിൽ ഒരു വ്യക്തത വേണം, ജനങ്ങൾക്കറിയണം. കാരണം ADGP ക്രമസമാധാന പാലന ചുമതലയുള്ള ആളാണ്. അദ്ദേഹം എന്തിനാണ് മുതിർന്ന RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതെന്ന് ജനങ്ങൾക്കറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടും അത് വൈകിപ്പിച്ച് ഏറ്റവും ഒടുവിൽ 20 ദിവസത്തിന് ശേഷം ഈ ഒരു ഉത്തരവ് പുറത്തിറക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഇത്രയും ഇതിലൊരു വൈകലുണ്ടായിരിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങളുടെ മുന്നണിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടും ദിവസങ്ങളേറെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, ഇതിൽ ദിവസങ്ങളുടെ പ്രശ്നമല്ല ഉള്ളത്, നയപരമായ നിലപാടാണ്. CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഈ കൂടിക്കാഴ്ച സ്വീകാര്യമല്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഞങ്ങൾക്ക് തൃപ്തിയില്ല എന്ന കാര്യം അദ്ദേഹം പരസ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ IAS IPS തലത്തിൽ കേന്ദ്ര കേഡർമാരായി കേന്ദ്ര സർവീസിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് RSSും BJPയും അവരെ തങ്ങളുടെ കൈക്കലാക്കാൻ വേണ്ടിയുള്ള തെറ്റായ കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ട് ഇന്ത്യ മുഴുവൻ 10 കൊല്ലമായി. അതിന്റെ ഭാഗമായ തെറ്റായ കാര്യങ്ങളിൽ ഈ വ്യക്തി പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പല സംഘടനകളുമുണ്ട്. അവരെക്കാൾ നിരോധിക്കേണ്ട ഒരു സംഘടനയാണ് RSS എന്ന പൊതു അഭിപ്രായത്തോടാണ് ഞങ്ങൾക്ക് യോജിപ്പ്. പക്ഷേ ദൗർഭാഗ്യവശാൽ RSSനെ ഇന്ത്യ സർക്കാർ നിരോധിച്ചിട്ടില്ല. RSSകാരാണ് ഇന്ത്യയുടെ ഭരണത്തിന്റെ തലപ്പത്ത്. ഈ ഒരു പ്രതിസന്ധി എങ്ങനെ കൈകാര്യം ചെയ്യണം? അപ്പൊ നിയമപരമായിട്ട് അക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും. അത് അവധാനതയോടെ കൈകാര്യം ചെയ്യാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. രാഷ്ട്രീയമായ മറുപടി മുഖ്യമന്ത്രി മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്.
പിന്നെ കോൺഗ്രസ്സുകാരുണ്ടാക്കുന്ന ബഹളത്തിന്റെ അർത്ഥമില്ല. രാജീവ് ഗാന്ധി, അല്ല, ഇന്ദിരാഗാന്ധിയുടെ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയെ കുറിച്ചുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് അത് നേരത്തെ തന്നെ ഉള്ളതാണല്ലോ, ഇങ്ങനെ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് ആ ഒരു കാര്യത്തിൽ മൗനം പാലിക്കുന്നത്? ഇപ്പോൾ ഒരു ഉത്തരവിലേക്ക് പോകാൻ സർക്കാരിന് കഴിയുന്നുണ്ടല്ലോ അഡ്വക്കേറ്റ് അനിൽകുമാർ. അതെ, ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട് എന്ന് എനിക്കറിയില്ല. ഇന്റലിജൻസ് റിപ്പോർട്ട് ഇല്ല എന്ന് നമുക്ക് പറയാനാവില്ല. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ആ ഉദ്യോഗസ്ഥരെ മനസ്സിലാക്കുന്നതിന് ഇന്റലിജൻസ് റിപ്പോർട്ട് ചില കാര്യങ്ങൾക്ക് വെളിച്ചം നൽകുമായിരിക്കും. പക്ഷെ പ്രശ്നം അതല്ല. ഒരു കൂടിക്കാഴ്ചയുടെ നിയമപരമായ സാങ്കത്യത്തെക്കുറിച്ച് സർവീസ് ചട്ടങ്ങൾ പ്രകാരമുള്ള ലംഘനങ്ങളാണ് ഇപ്പൊ പരിശോധിക്കുന്നത്. മറ്റത് രാഷ്ട്രീയമായ ഒരു ദൗത്യത്തിന്റെ പ്രശ്നമില്ല എന്ന് മുഖ്യമന്ത്രി മുഖമടച്ച് അടി കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായി മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ സ്വഭാവങ്ങൾ ഞങ്ങളുടെ രീതിയല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അല്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതിൽ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP ആണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തുന്നത്. അത് ചെറിയ ഇടവേളകളിലാണ് ഇത്രയും പ്രധാനപ്പെട്ട നേതാക്കളെ കാണുന്നത് എന്നുള്ളത് ഗൗരവത്തിലെടുക്കേണ്ട വിഷയമല്ലേ? അതല്ലേ CPI ഉന്നയിച്ചുകൊണ്ടിരുന്നത് അഡ്വക്കേറ്റ് അനിൽകുമാർ? അതെ, RSSകാര് ഹൈക്കോടതി ജഡ്ജിമാരെ പോലും പാട്ടിലാക്കുകയാണ്. സുപ്രീം കോടതി ചീഫിന്റെ വീട്ടിലേക്ക് RSSകാരനായ പ്രധാനമന്ത്രി ഇരക്കി ചെല്ലുകയാണ് ഗണേശ പൂജയ്ക്ക് നടത്താൻ വേണ്ടി. അത്തരമൊരു ഇന്ത്യയിലാണ്. ഇന്ത്യ രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് RSSൽ പ്രവർത്തിക്കാവുന്ന തീരുമാനം വന്നിരിക്കുകയാണ്. അതിനെ എതിർത്ത പാർട്ടിയാണ് CPM. അതിനെ എതിർക്കാത്തവരാണ് കോൺഗ്രസ്സുകാർ. കോൺഗ്രസ്സുകാർ ഇവരെ എതിർത്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നിലപാടുണ്ട്. അത് ഒരു ADGPക്ക് വേണ്ടിയല്ല, രാഷ്ട്രീയ നിലപാടാണ് CPMനുള്ളത്. അതെ, ഈ കാര്യത്തിൽ ഇപ്പോൾ ഇതിനോടകം തന്നെ ADGPക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പക്ഷേ മറ്റ് ചില കാര്യങ്ങളിലൊക്കെയാണ്, PV അൻവർ ഉന്നയിച്ചിട്ടുള്ള ചില ആരോപണങ്ങളിലൊക്കെയാണ്. അപ്പോഴും ഇങ്ങനെ ഒരു കാര്യം വന്നിരുന്നില്ല. ഇതെന്തുകൊണ്ടാണ് ആ ഒരു ഗൗരവത്തിലേക്ക് സർക്കാർ കാണുന്നില്ല എന്നതിന്റെ തെളിവ് തന്നെയല്ലേ അഡ്വക്കേറ്റ് അനിൽകുമാർ? അതിൽ സമയം വേണം, അവധാനതയോടെ വേണം എന്നൊക്കെ താങ്കൾ പറയുമ്പോഴും ഇത് വളരെ ഗൗരവത്തിലുള്ള ഒരു കാര്യമല്ലേ? കാരണം അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച ആരുമായിട്ടാണ്, അത് ഏത് സമയത്താണ് നടത്തിയത്, ചെറിയ ഇടവേളകളിലാണ് നടത്തിയത്, അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നവർ ആരാണ്, ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു കൂടിക്കാഴ്ചയിലേക്ക് പോകുന്നു, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളില്ലേ ഇതിൽ? നടപടി എടുത്തു എന്ന് വരുത്താനാണോ നിങ്ങൾ ശ്രമിക്കണമെന്ന് പറയുന്നത്? വേര് പറിക്കണമെങ്കിൽ വേര് പറിക്കാൻ ആവശ്യമായ ജാഗ്രത വേണം. ആ ജാഗ്രത സർക്കാരിന് ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെ പോസിറ്റീവായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ശരി, നന്ദി അഡ്വക്കേറ്റ് അനിൽകുമാർ പ്രതികരിച്ചതിന്. അല്പസമയം മുൻപാണ് ഈ വിഷയത്തിൽ ഉൾപ്പെടെ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം. RSS നേതാക്കളുടെ എന്ത് മൊഴി രേഖപ്പെടുത്താനാണ്? RSS നേതാക്കളെ കാണാൻ ഓരോ ദിവസവും നൂറുകണക്കിന് ആൾക്കാർ വരുന്നുണ്ട്. 2023 ADGP RSSന്റെ നേതാവിനെ കണ്ടത്. പൂരം പ്രശ്നം ഉണ്ടായത് 2024 ഏപ്രിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നട്ടാൽ മുളയ്ക്കാത്ത നുണകളുമായിട്ട് വരുന്ന ആളുകൾ തൃശ്ശൂരിലെ BJP വിജയത്തിൻ്റെ ശോഭ കെടുത്താനാണ്. കോൺഗ്രസിൻ്റെ പരാജയം അതിന് കാരണം CPM ആണെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമാണ്. അവിടെ കോൺഗ്രസ് ദയനീയമായി 3ാം സ്ഥാനത്ത് പോയതാണ്. പിന്നെയും അടിസ്ഥാനരഹിതമായ വാദങ്ങളാണ് അവരുന്നയിക്കുന്നത്. RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇപ്പോൾ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. DGPയോടാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. ഇത് സംബന്ധിച്ച് ഉത്തരവും പുറത്തിറങ്ങിയിട്ടുണ്ട്. ADGPയുടെ സുഹൃത്ത് RSS നേതാവ് A ജയകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തും. അദ്ദേഹമാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് മുൻകൈയെടുത്തത് എന്നതാണ് വിവരം. ഇന്റലിജൻസ് വിഭാഗം ഇദ്ദേഹത്തിന് മൊഴിയെടുക്കലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി വിശദാംശമായി പുറത്തു വരുന്നുണ്ട്. അജീഷ് തുടരുന്നുണ്ട്. അജീഷ്, ഇപ്പോൾ ഇതിൽ BJPയുടെ ഒക്കെ പ്രതികരണം നമ്മൾ കാണുന്നുണ്ട്. ഈ വിഷയത്തിൽ CPI സ്വീകരിച്ചൊരു നിലപാട് എത്രത്തോളം നിർണായകമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? തുടക്കം മുതൽ തന്നെ ബിനോയ് വിശ്വമൊക്കെ ഈ ഒരു ആവശ്യം ഇത് ജനങ്ങൾ അറിയേണ്ടതുണ്ട്, ഈ കൂടിക്കാഴ്ചയിൽ വ്യക്തത വേണം എന്ന നിലപാട് സ്വീകരിച്ചതാണ്. മുന്നണി യോഗത്തിലും അതേ ആവശ്യം അവർ പറയുന്നു. RJD ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും ഒക്കെ ഈ നിലപാട് പറയുന്നു. ഇദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ അതിൽ CPI ഒക്കെ സ്വീകരിച്ച നിലപാട് എത്രത്തോളം നിർണായകമാണ്? അനുജ, ഇക്കാര്യത്തിൽ ആദ്യം മുതലേ തന്നെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു പാർട്ടി CPI ആണ്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ ഇക്കാര്യത്തിൽ പലതവണ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. സർക്കാർ ADGPയെ മാറ്റി നിർത്തണം, അന്വേഷിക്കണമെന്നുള്ള ഒരു കാര്യം തുടക്കം മുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഈ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. നേരത്തെയും ഇത്തരത്തിൽ CPIക്ക് ഈ പോലീസിൻ്റെ ചില
നിലപാടുകളിലൂടെ വിമർശനമുണ്ടായിരുന്നു. കാരണം മുമ്പ് തന്നെ ആനി രാജ അടക്കമുള്ള ചില നേതാക്കൾ ഈ പോലീസിനകത്ത് RSS സ്വാധീനമുണ്ടെന്നുള്ള ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. പിന്നീട് സർക്കാർ അതൊക്കെ തള്ളിക്കളഞ്ഞെങ്കിലും പിന്നീട് വീണ്ടും ഈ ഒരു വിവാദം കൂടി വന്നപ്പോൾ ഈ വിമർശനം കൂടുതൽ ശക്തമാക്കുകയായിരുന്നു. ബിനോ വിശ്വം വീണ്ടും പലതവണ ആവശ്യപ്പെട്ടിരുന്നു. അവസാനം മുന്നണി യോഗത്തിന് തൊട്ട് മുന്നേ തന്നെ ഈ LDF-നകത്തുള്ള പല മുന്നണികളും ഈ ADGPയെ നീക്കണമെന്നൊരാവശ്യം മുന്നണി യോഗത്തിൽ ഉന്നയിക്കുമെന്ന് പലതവണ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു ADGPയെ സംരക്ഷിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുത്തത്. അതായത് DGPയുടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ അതിനുശേഷവും ഈ CPIക്ക് ഒരേ നിലപാട് തന്നെയായിരുന്നു, ADGPയെ മാറ്റണം എന്നത് തന്നെയായിരുന്നു അവരുടെ നിലപാട്. കാരണം രണ്ടു നേതാക്കളെ അടുത്തടുത്ത് കാണുക, അത് ഒളിപ്പിച്ചു വയ്ക്കുക, വർഷങ്ങൾക്ക് ശേഷം അത് വെളിപ്പെടുമ്പോൾ എന്തിന് കണ്ടു എന്ന് പറയാതിരിക്കുക, ഇത് വളരെ ഗുരുതരമായിട്ടുള്ള സംശയമുണ്ടാക്കുന്ന കാര്യമാണെന്നാണ് CPI പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം സംസ്ഥാനം ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് കീഴിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ RSS നേതാക്കളും, അതായത് ശാസ്ത്രപരമായി തന്നെ ഏറ്റവും കൂടുതൽ ശത്രുതയുള്ള ഒരു പാർട്ടിയുമായി, ഒരു സംഘടനയുമായി കൂടിക്കാഴ്ച നടത്തുക, ആ കൂടിക്കാഴ്ച മറച്ചു വയ്ക്കുക, എന്തിനൊന്ന് അത് വെളിപ്പെടുമ്പോൾ പോലും അതെന്തിനെന്ന് പറയാതിരിക്കുക, സ്വകാര്യ സന്ദർശനമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ പോലും ഉയർന്ന ബിസിനസ് തലത്തിലുള്ള ചർച്ചയാണെന്ന് പറയുമ്പോൾ പോലും അതെന്തിനെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് CPI ആണ്. എന്തായാലും CPIക്ക് ഈ അന്വേഷണ ഉത്തരവിൽ സർക്കാരിനെ നിർബന്ധിതരാക്കുന്നതിൽ വലിയ പങ്കുണ്ട്. ആ പങ്കിനോട് കാരണം കഴിഞ്ഞ 20 ദിവസമായി നിരന്തരം ലേഖനങ്ങൾ എഴുതിയും മാധ്യമങ്ങളിലൂടെയും ഒക്കെ പലതവണ ആവശ്യപ്പെട്ടത് CPI തന്നെയാണ്. കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ഇക്കാര്യത്തിൽ ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകൾ ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുകയാണ്. അദ്ദേഹം തുടക്കം മുതൽ ആവശ്യപ്പെട്ടത്. എന്തായാലും ഇക്കാര്യം പിന്നീട് പാർട്ടിക്കകത്ത് തന്നെ ചില മുറുമുറുപ്പുകൾ സർക്കാരിനെതിരെ ഉണ്ടായി. എന്തിന് ഇത് മാത്രം അന്വേഷിക്കാതെ മാറ്റി നിർത്തണം, ADGPയെ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു അടക്കമുള്ള വിമർശനങ്ങൾ പാർട്ടിക്കകത്ത് രഹസ്യമായി തന്നെ ചില മുറുമുറുപ്പുകളായി ഉണ്ടായിരുന്നു. അങ്ങനെ സർക്കാരിന് വലിയ നിർബന്ധിതമായപ്പോഴാണ് ഇപ്പോൾ ഒരു അന്വേഷണമായി ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്റലിജൻസ് വിഭാഗം ഈ കേസിലെ സാക്ഷിയായിട്ടുള്ള ജയകുമാറിനെ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ADGP അജിത് കുമാറിൻ്റെ അടുത്ത സുഹൃത്താണ് ജയകുമാർ എന്നാണ് പറയുന്നത്. ജയകുമാറിൻ്റെ ഇടനിലയിലാണ് അദ്ദേഹം തൃശ്ശൂരിൽ ദത്താത്രേയ ഹൊസബലെ കാണാൻ പോയത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ജയകുമാറിൻ്റെ മൊഴി വളരെ പ്രസക്തമാണ്. ഇക്കാര്യത്തിൽ RSS ഒരു പരസ്യ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. RSSനെ വലിച്ചിഴിച്ചതിൽ വലിയ അമർഷവും സംഘടനയ്ക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ അന്വേഷണത്തിൽ ഇതെല്ലാം വെളിപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷത്തിന്റെ പ്രതികരണം അടക്കം ഇനി വരാനിരിക്കുന്നതോട് നേതാക്കളുമായി ADGP നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇപ്പോൾ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. DGPയോടാണ് അന്വേഷിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് മുൻകൈയെടുത്ത അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ചയിൽ സാക്ഷിയായ ഹൊസബളയുമായി ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിൽ സാക്ഷിയായിരുന്ന RSS നേതാവ് ജയകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തും ഇന്റലിജൻസ് വിഭാഗം ജയകുമാറിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ വാർത്തയിലേക്ക് തന്നെയാകും മടങ്ങിയെത്തുക.